നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, പാർവതി, നീ ഇങ്ങനെ ചിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ. എന്തു പറ്റി? ഞാൻ ഗർഭിണിയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? അപ്പോ നീ പ്രഗ്നന്റ് അല്ലേ? അല്ല. അപ്പൊ അവിടെ നീ തലകറങ്ങി വീണതോ? ഗർഭിണിയായവര് മാത്രാണോ തലകറങ്ങി വീഴുന്നത്? വെറുതെ പ്രതീക്ഷിച്ചു. സാറിന് സങ്കടായോ? ഏയ്, സാരമില്ല. സാറിന് വിഷമായിന്ന് എനിക്ക് മനസ്സിലായി. സാറ് എന്നോട് ക്ഷമിക്കണം. കുറച്ചു സമയം മുമ്പ് സാറൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ അത് സാറിനെ ഇത്രയേറെ വിഷമിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പാർവതിക്ക് അറിയാലോ, ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാർവതി അമ്മയാവാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കാനാ. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുമ്പോഴാ പാർവതി തലയിറങ്ങി വീഴുന്നത്. അപ്പോ പെട്ടെന്ന് അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായി ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ഇതൊന്നുമല്ല. പാർവതിക്ക് ക്ഷീണമുണ്ടായതാണെന്ന് സുശീലാന്റി പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പാർവതിയും മറിച്ചൊന്നും പറഞ്ഞുമില്ല. ഞാൻ അത്രയ്ക്ക് ഗൗരവത്തോടെ ചിന്തിച്ചില്ല സാർ. സാരമില്ല, ലീവ് ഇറ്റ്. എനിക്കിപ്പോ വിഷമമൊന്നുമില്ല. സാറ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? പെട്ടെന്ന് ഒരമ്മയാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സാറ് സ്വപ്നത്തിൽ കണ്ടതുപോലെ ദേവമ്മ നമ്മുടെ മകളായി പുനർജനിക്കുന്നത് കാത്തിരിക്കുക ഞാനും. സാറ് സമാധാനിക്കുക. അധികം വൈകാതെ തന്നെ സാറ് മനസ്സിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഉദയന്നൂരമ്മ നമ്മളെ അനുഗ്രഹിക്കും. എന്റെ പൊന്നു പാർവതി, നീ ഇനി എന്നെ ഇതുപോലെ പറ്റിക്കരുത് കേട്ടോ. ഇല്ല സർ, ഇനി ഇതുപോലൊരു തമാശ ഞാൻ കാണിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും ആവണം പാർവതി. ഞാനും നീയും നമ്മുടെ കുഞ്ഞും. എന്ത് രസമായിരിക്കും ആ ലൈഫ്. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞ വിശാൽ സാറിനെ ഞാൻ എവിടേക്കും വിടില്ല. ഗർഭിണിയായി ഇരിക്കുമ്പോ വിശാൽ സാറ് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണം. ഗർഭിണിയായിരിക്കുമ്പോ മാത്രമല്ല, പ്രസവ സമയത്തും ഞാൻ കൂടെ ഉണ്ടാവും. ശരിക്കും? അതേടോ, ഞാൻ കൂടെ ഉണ്ടാവും. പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും നിരവധി ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്താ, ഞാൻ കൂടെ വേണ്ടേ? പിന്നെ വേണ്ടേ. പാർവതിയുടെ സാരി ഉടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നിന്ന വിശാൽ ഇവിടെ കയറി വരുമ്പോ തിരിഞ്ഞു നിൽക്കുന്നത് പാർവതിയാണെന്ന് കരുതി അവൻ എന്നെ കെട്ടിപ്പിടിക്കും.
അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. പിന്നീട് ഞാൻ അവനെ എന്നിലേക്ക് അടുപ്പിച്ചോളാം. വിശാൽ, അയ്യോ സോറി സോറി ജാസ്മിൻ, ഞാൻ കരുതി പാർവതി ആയിരിക്കുന്നു. അതാ ഞാൻ സോറി, ഐ എം റിയലി സോറി. അറിയാതെ പറ്റിപ്പോയതാ. അതിനെന്താ വിശാൽ, ഇറ്റ്സ് ഓക്കെ. ഇതിനൊക്കെ എന്തിനാ സോറി പറയുന്നേ? അല്ല, നീ ഈ സാരി ഉടുത്തതുകൊണ്ടാ എനിക്ക് ഈ അബദ്ധം പറ്റിപ്പോയത്. നീ എന്തിനാ പാർവതിയുടെ സാരി എടുത്ത് കൊടുത്തത്? അത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാ ഈ സാരി എടുത്തു കൊടുത്തത്. ശരി ശരി, എന്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്തിനാ ഇതും ചുറ്റി നിൽക്കുന്നത്? ഇവളെന്താ എന്റെ സാരിയും പിടിച്ച് ആലോചിച്ച് നിൽക്കുന്ന? ജാസ്മിൻ, നീ വന്നോ? നീ എന്താ എന്റെ സാരി എടുത്ത് വെച്ചിരിക്കുന്നെ? പാർവതി, ഈ സാരി നീ ടെറസില് വിരിച്ചിട്ടിരിക്കല്ലായിരുന്നോ? ടെറസിലും? എന്നാലേ നീ ഇത് ടെറസിൽ വിരിച്ചിട്ടിരിക്കായിരുന്നു. അവിടെ നിന്ന് ഇത് കാറ്റടിച്ച് പറന്ന് എന്റെ മുറിയുടെ ബാൽക്കണിയിലാ വന്ന് വീണത്. അതിന് ടെറസിൽ ഈ സാരി വിരിച്ചിട്ടിരിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ. പിന്നെങ്ങനെ ഇതെന്റെ മുറിയുടെ മുന്നിൽ വന്ന് വീഴുന്നേ? നീ ഇത് തരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എങ്കിൽ പിന്നെ ഇങ്ങ് തന്നേക്കൂ. ഇത് നിനക്ക് തരാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഒരു രസകരമായ കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.